പാലക്കാട് ഒലവക്കോട് സ്വദേശി നിമിഷപ്രിയ ഇപ്പോൾ യമനിൽ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയെ 70 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിമിഷപ്രിയയെ മോചിതനാക്കാൻ വേണ്ടി സാധിക്കും. നമ്മളെ റഹീമിനെ 34 കോടി രൂപ മലയാളികൾ ഒന്നടങ്കം സ്വരൂപിച്ചുകൊണ്ട് റഹീമിനെ രക്ഷിച്ചു. റഹീമും നിമിഷപ്രിയയും തമ്മിലുള്ള കേസിൽ എന്താണ് മാറ്റം? അതായത് നിമിഷപ്രിയ ഒരാളെ കൊന്ന കേസിലാണ്, റഹീമും ഒരാളെ കൊന്ന കേസിലാണ്. റഹീം കൊന്നത് അബദ്ധത്താൽ കൊന്നു എന്ന് പറയപ്പെടുന്നു. ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിമിഷപ്രിയന്റെ കേസിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് നിമിഷപ്രിയ ഈ ഒരു തലാൽ മുഹദി എന്നറിയപ്പെടുന്ന വ്യക്തിയെ കൊന്ന് 200 പീസാക്കി സെഫ്റ്റി ടാങ്കിൽ നിക്ഷേപിച്ചു എന്നാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ്. സത്യത്തിൽ ഈ നിമിഷപ്രിയ കേസിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നിമിഷപ്രിയ, പാലക്കാട്ടുകാരിയായ നിമിഷപ്രിയ ഒരു സാഹചര്യത്തിൽ നാട്ടിലുള്ള ജോലി ഉപേക്ഷിച്ചുകൊണ്ട് നേരെ യമനിലേക്ക് പോകുന്നു. യമനിൽ ഒരു ജോലി നോക്കുന്നു. അവിടെ അത്യാവശ്യം ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ സെറ്റിൽഡായി അവിടുന്ന് കുറച്ച് പണം സമ്പാദിക്കണമെന്ന ഒരു മോഹവുമായി നിമിഷപ്രിയ അവിടെ തലാൽ മുഹദി എന്നറിയപ്പെടുന്ന ഒരു യമനി പയ്യനും കൂട്ടിക്കൊണ്ട് ഒരു ക്ലിനിക്ക് ഇടുകയാണ്. അങ്ങനെ ആ ക്ലിനിക്ക് ഇട്ടുകൊണ്ട് അവർ പാർട്ട്ണർഷിപ്പിലായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നിമിഷപ്രിയയുടെ ഭർത്താവിനെയും അങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ, അതായത് നിമിഷപ്രിയും ഈ ഒരു തലാൽ മഹദിയും തമ്മിൽ പിന്നെ പാർട്ട്ണർമാരായതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പല സംസാരങ്ങളുണ്ടാവും. പിന്നീട് ഈ ശാരീരികമായി തലാൽ മഹദി ഈ ഒരു നിമിഷപ്രിയയെ ശാരീരികമായി പല കാര്യങ്ങളും ചെയ്യുന്നു, ശാരീരികമായി പീഡിപ്പിക്കുന്നു, പല സംഭവങ്ങളും ചെയ്യുന്നു. അങ്ങനെ ഈ തലാൽ മഹദിക്കെതിരെ ഈ നിമിഷപ്രിയ അവിടുത്തെ സ്റ്റേഷനിൽ പോകുന്നു, കംപ്ലൈന്റ് കൊടുക്കുന്നു. അങ്ങനെ കംപ്ലൈന്റ് ഒന്നും അവിടുത്തെ പോലീസുകാർ അത്രമാത്രം അതിനെ കാണുന്നില്ല. അങ്ങനെ തലാൽ മഹദി അവിടുന്ന് ഇറങ്ങിപ്പോരുന്നു. അങ്ങനെ പിന്നെ ഇവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ട്. ശാരീരിക ഇവർ തലാൽ മഹദി ഈ നിമിഷപ്രിയ തൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം സഹിച്ചാൻ വയ്യാത്ത നിമിഷപ്രിയ പല കാരണത്താൽ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തൻ്റെ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുള്ളൂ. പാസ്പോർട്ട് ആണെങ്കിൽ തലാൽ മഹദിയുടെ കയ്യിലാണ്. തലാൽ മഹദി ആ പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറൊന്നുമില്ല. അങ്ങനെ ദിവസങ്ങളോളം പീഡിപ്പിക്കുന്നു തലാൽ മഹദി ഈ ഒരു നിമിഷപ്രിയയെ. അവസാനം നിമിഷപ്രിയ ഒരു സിറിഞ്ച് കുത്തിവെക്കുന്നു. അതായത് മയക്കുമരുന്ന് കുത്തിവെക്കുകയാണ് മയങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിലും മയക്കിയതിന് ശേഷം പാസ്പോർട്ട് എടുത്തുകൊണ്ട് രക്ഷപ്പെടാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ സിറിഞ്ച് കുത്തിവെച്ചത്. അങ്ങനെ സിറിഞ്ച് കുത്തിവെച്ച സമയത്ത് തന്നെ ഡോസ്, അതായത് A ക്ലാസ് ഒരു മയക്കുമരുന്ന്, അതായത് അനസ്തേഷ്യ കുത്തിവെക്കുന്ന സമയത്ത് A ക്ലാസ് നൈസിനാണ് അനസ്തേഷ്യന്റെ കറക്റ്റ് കാര്യങ്ങളും ഒക്കെ അറിയാം. B ക്ലാസ് നൈസിന് അത്രമാത്രം അറിയില്ല. അങ്ങനെ നിമിഷപ്രിയ B ക്ലാസ് നൈസ് ആയതുകൊണ്ട് തന്നെ അവർ ജസ്റ്റ് ഒരു ഏകദേശം ഒരു ധാരണ വെച്ചുകൊണ്ട് അങ്ങനെ അനസ്തേഷ്യ കുത്തിവെക്കുന്നു. അങ്ങനെ ആ സമയത്ത് തന്നെ തലാൽ മഹദി മരണപ്പെടുന്നു. മരണപ്പെട്ടതിന് ശേഷം നിമിഷപ്രിയക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം അങ്ങനെ നിമിഷപ്രിയ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. ആ സമയത്ത് തന്നെ അവിടെയുള്ള ഒരു യമനി മറ്റൊരു പയ്യൻ വരുന്നു. ആ പയ്യൻ പറയുന്നു, ഞാൻ ഏറ്റെടുത്തോളാം, അത് പ്രശ്നമില്ല, നമുക്കത് ഏറ്റെടുത്ത് ഞാൻ വേണ്ട പോലെ ചെയ്തോളാം എന്ന് പറയുന്നു. അങ്ങനെ നിമിഷപ്രിയ ഇയാളെ ഏൽപ്പിക്കുന്ന സമയത്ത് നിമിഷപ്രിയ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊന്നതല്ല. നിമിഷപ്രിയയുടെ കയ്യിൽ നമ്മളെ റഹീമിന് പറ്റിയതുപോലെ ഒരു രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പറ്റിപ്പോയ ഒരു സംഭവമായിട്ടാണ് നിമിഷപ്രിയ ഈ ഒരു സംഭവത്തെ കാണുന്നത്. കാരണം സ്വയം രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മയക്കുമരുന്ന് കുത്തിവെച്ചതും. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ തലാൽ മഹദിക്ക് ബോധം വരികയും തലാൽ മഹദി അങ്ങനെ പോവുകയും ചെയ്യും എന്നാണ് വിചാരിച്ചുകൊണ്ടാണ് നിമിഷപ്രിയ ഈ ഒരു കേസിൽ ഈ ഒരു സംഭവം കുത്തിവെച്ചത്. ഏതായാലും തലാൽ മഹദി മരണപ്പെട്ട സമയത്ത് ഈ ഒരു യമനിക്കാരൻ ഈ ഒരു തലാൽ മഹദിയെ ഒരു കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ട് ഏകദേശം ഒരു 20 കിലോമീറ്റർ അകലെ കൊണ്ടുപോയി അദ്ദേഹം വെട്ടി പീസാക്കി 200ഓളം വരുന്ന പീസാക്കി ഒരു സെഫ്റ്റി ടാങ്കിൽ നിക്ഷേപിക്കുന്നു. ഈ സംഭവങ്ങളൊന്നും നിമിഷപ്രിയ അറിയുന്നില്ല. നിമിഷപ്രിയ ഈ സംഭവങ്ങളെ കുറിച്ചൊന്നും അറിയുന്നില്ല. നിമിഷപ്രിയക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് യാതൊരു കാരണവശാലും അറിയുന്നില്ല. അവ നിമിഷപ്രിയ അങ്ങനെ വേറൊരു സ്ഥലത്ത് പോയിരുന്നു, അവിടെ താമസിക്കുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ യമനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചൊന്നും ആർക്കും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. യുദ്ധത്തിന്റെ പുറകെയാണ് എല്ലാ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ സമയം കടന്നു പോകുന്നു. അങ്ങനെ ഈ ഒരു കേസ് വരുന്നു. ഇങ്ങനെ ആളെ കാണാനില്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ഈ ഒരു തലാൽ മഹദിയുടെ 200 പീസ് വെട്ടിയ ആ ഒരു ടാങ്കിൽ നിന്നും ദുർഗന്ധം വന്ന് പല ആളുകളും അത് കാണുകയും പിന്നീട് അതൊരു കേസായി മാറുകയും ചെയ്തു. സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാല്, ഒരു സ്ത്രീ ഒരിക്കലും
നിങ്ങൾ ചിന്തിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്കൊരു മാനസിക ചിന്താഗതിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു അന്യ രാജ്യത്ത് പോയി ഒരു സ്ത്രീ, പുരുഷനാണെങ്കിൽ പോട്ടെ, ഒരു സ്ത്രീ 200 പീസാക്കിയിട്ട് അവിടുത്തെ ഒരു വ്യക്തിനെ ഒരു സെപ്റ്റി ടാങ്കിൽ നിക്ഷേപിച്ചു എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഒരു വൈകൃതം പിടിച്ചൊരു സംഭവമാണിത്. ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത, ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സംഭവമാണിത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് അതിൽ വ്യക്തമായ കാര്യം. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്. അങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായതും പിന്നീട് അത് അവിടെ കോടതിയിൽ വാദിച്ച വക്കീലിന് പോലും തെളിയിക്കാനുള്ള ഒരു കഴിവുണ്ടാവാത്ത സ്ഥിതിക്ക് കോടതിക്ക് പിന്നെ ജഡ്ജിന്റെ മുന്നിൽ ഈ വക്കീലന്മാർ സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രം അത് വെച്ചുകൊണ്ടാണ് ഈ ഒരു നിയമം ലാസ്റ്റ് ജഡ്ജിമാർ തീരുമാനിക്കുക. അപ്പം അങ്ങനെ തീരുമാനിച്ച് അതൊരു പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് പോയി. ഈ ഒരു യമനി പയ്യനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് ചെയ്ത ആളെ കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽ കിട്ടാതെ പോയി. കാരണം എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പിന്നെ നിമിഷപ്രിയയും അതേപോലെ തന്നെ ഈ തലാൽ മഹദിയും തമ്മിലുള്ളൊരു ബന്ധം മാത്രമാണ് അവിടെ ആളുകൾക്ക് അതുമായി കിട്ടുന്ന ഒരു റിസൾട്ട്. വേറെ സംഭവങ്ങളൊന്നും ആർക്കും കിട്ടുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഇടയിൽ പ്രവർത്തിച്ച ഈ ഒരു വ്യക്തിയുടെ കാര്യങ്ങളൊന്നും ഒരാൾക്കും കിട്ടുന്നില്ല. CCTVയിലും കാര്യങ്ങളൊന്നും അതൊന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ നിമിഷപ്രിയയുടെ അമ്മ എങ്ങനെങ്കിലും ഈ ഒരു അവിടെ പോയി അമ്മയുടെ വാക്കിന് എന്തെങ്കിലും വില ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് നാളെ കാണാൻ വേണ്ടി സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ആ അമ്മ അവിടെ പോയി സ്വന്തം മകളെ കരഞ്ഞുകൊണ്ടെങ്കിലും അവരോട് പറഞ്ഞ എന്തെങ്കിലും രീതിയിൽ രക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ആ അമ്മ യമനിലേക്ക് പോയിട്ടുള്ളത്. 70 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കും. വെറും 70 ലക്ഷം രൂപ മാത്രമുള്ളൂ. നമ്മളെ മലയാളികൾക്ക് 34 കോടി രൂപ പിടിച്ച മലയാളികൾക്ക് മലയാളികളും ഈ ഒരു വിഷയത്തിൽ കറക്റ്റായിട്ടുള്ള എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മലയാളികൾക്ക് പോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എല്ലാവരുടെയും മനസ്സിലുള്ളത് നിമിഷപ്രിയ തലാൽ മഹദിയെ 200 വെട്ടി പീസാക്കിയിട്ട് ടാങ്കിൽ നിക്ഷേപിച്ചു എന്നുള്ള ഒരു വാർത്ത മാത്രമാണ് മലയാളികൾക്ക് അറിയാവുന്നത്. സത്യത്തിൽ സംഭവിച്ചത് അങ്ങനല്ല. ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സ്വയം രക്ഷയ്ക്കും വേണ്ടിയിട്ട് അനസ്തേഷ്യ കുത്തിവെച്ച് രക്ഷപ്പെടാൻ വേണ്ടി, പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അനസ്തേഷ്യന്റെ അളവ് കൂടിപ്പോയി അയാൾ മരണപ്പെടുകയായിരുന്നു. ഇതൊരു കയ്യബദ്ധമായതിന്റെ പേരിലാണ് നിമിഷപ്രിയയെ രക്ഷിക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണം. മലയാളികൾക്ക് പല ആളുകളും പറയുന്നുണ്ട് റഹീം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇതിലേക്ക് ഇടപെട്ട് ഇറങ്ങിയത്. നമ്മൾ ബോച്ച മുസ്ലിം അല്ലല്ലോ, ബോച്ച ഒരു ക്രിസ്ത്യാനാണല്ലോ. ബോച്ച ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ടും ബോച്ച ഒരു ഫേമസ് ആവാൻ വേണ്ടിയിട്ടും ചെയ്തൊരു സംഭവമാണെന്നും പല ആളുകളും പറയുന്നു. അങ്ങനെ നല്ല സംഭവത്തിൽ നമ്മളെ മലയാളികൾ ആരായാലും, ഏത് രാജ്യക്കാരായാലും, ഏത് മതക്കാരായാലും, ഏത് ജില്ലക്കാരായാലും നമുക്ക് അവരെ രക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഒരാൾ ജീവൻ പോയി എന്ന് വിചാരിച്ച് മറ്റവനെയും കൊല്ലണം എന്നുള്ളൊരു ചിന്താഗതി ഒരു മലയാളികൾക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും നിമിഷപ്രിയ അടുത്ത ദിവസങ്ങളിലായി നിമിഷപ്രിയന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരാൻ സാധ്യതയുണ്ട്. കാരണം യമനിലേക്ക് അമ്മ പോയിട്ടുണ്ട്, പിന്നെ ഭർത്താവ് നാട്ടിലുണ്ട്. ഭർത്താവ് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. അല്ലെങ്കിൽ എന്നോ 70 ലക്ഷം രൂപ കൊടുത്ത് നിമിഷപ്രിയയെ ഇറക്കിയിരുന്നു. മലയാളികൾക്ക് 70 ലക്ഷം രൂപ ഒരു പുത്തിരി അല്ല എന്നുള്ളത് നമ്മൾ റഹീമിന്റെ കാര്യത്തിൽ നമ്മൾ കാണിച്ചു കൊടുത്തതാണ്. അതേ മനസ്സുള്ള മലയാളികൾ നമുക്കുണ്ടെങ്കിൽ, അതേ മനസ്സുള്ള മലയാളികൾ ഉണ്ട്. ആ മലയാളികൾ ഈ ഒരു കേസുമായി ഏറ്റെടുക്കുകയാണെങ്കിൽ ബോച്ച ഇതുപോലത്തെ ഈ ഒരു സംഭവത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബോച്ച പറയുന്നു. അത് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ബോച്ച കിട്ടിയിരുന്നെങ്കിൽ, ഇതിപ്പോ പല ആളുകളും ചോദിക്കുന്നുണ്ട് റഹീമിന്റെ ഉമ്മ കരഞ്ഞ പോലെ പിന്നെ നിമിഷപ്രിയയുടെ ഉമ്മ കരയാഞ്ഞിട്ടാണോ ഇതിന് പണം കൊടുക്കാത്തത്? നിമിഷപ്രിയക്കും കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഒരാളാണ് നിമിഷപ്രിയ. എന്തായാലും നിമിഷപ്രിയ വലിയ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം. നിമിഷപ്രിയയെ നമുക്ക് മലയാളിയെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കട്ടെ. നിമിഷപ്രിയ ഒരു ഹിന്ദു ആയതുകൊണ്ട് പിന്നെ ഒരു മുസ്ലിം അല്ലാത്തത് കൊണ്ട് സപ്പോർട്ട് ഇല്ല എന്നുള്ളൊരു വാദം നിങ്ങൾ ആരും ഉന്നയിക്കരുത്. വളരെ റോങ് ആയിട്ടുള്ളൊരു
തെറ്റിദ്ധാരണയാണ്. മലയാളികൾ എന്ത് കാര്യത്തിനും കൂടെ നിന്നു. ഇപ്പൊ റഹീമിന്റെ കേസിൽ തന്നെ ഒരുപാട് ക്രിസ്ത്യൻ ആളുകളും ഒരുപാട് ഹിന്ദു ആളുകളും റഹീമിന്റെ കാര്യത്തിൽ പണം നൽകിയിട്ടുണ്ട്. ആ പണം നൽകിയതിന്റെ പേരിലാണ് റഹീം പിന്നെ അതിൽ നിന്നും മോചനം നേടിയത്. റഹീമിന്റെ ആ പണത്തിൽ നിന്നും ബാക്കി വരുന്ന കുറച്ച് 45 ലക്ഷം രൂപയോളം ഉണ്ട്. അത് ഇനി നിമിഷപ്രിയക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുമോ? അതൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ വരാം. ഏകദേശം റഹീം എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. നിമിഷപ്രിയക്കും അതേപോലെ തന്നെ മോചനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.